വെൽക്കം ബാക്ക് ടു അജീസ് ക്രിയേഷൻ. പാടുപെടുക അല്ലെങ്കിൽ പെടാപ്പാടുപെടുക എന്നതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ സത്യം. അതിനി എങ്ങനെ വേണം എന്നതാണ് നമ്മുടെ വിഷയം. ഫോർ എക്സാമ്പിൾ, പഠിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. പഠിച്ചില്ലെങ്കിൽ ജീവിതം വളരെ പാടുപെടും, ഇല്ലേ? ഒരു ജോലി ഇല്ലെങ്കിൽ പാടാണ്, ജോലി കിട്ടാൻ അതിലും പാടാണ്. ഇനി ഒരു ജോലി കിട്ടിയാലോ, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പാടാണ് അന്ന് കൊണ്ടുപോകാൻ, നടത്തിക്കൊണ്ടു പോകാനായിട്ട്. അതുപോലെ പണമില്ലെങ്കിൽ പിണമാണ്, നമ്മളെ ആരും വകവെക്കുകയില്ല. എന്നാൽ പണം ഉണ്ടെങ്കിലോ നമ്മുടെ BP കൂടും, നമുക്ക് ശത്രുക്കൾ കൂടും, പിന്നെ ഒരു മനസ്സമാധാനം ഉണ്ടാകത്തില്ല. മക്കളുണ്ടായില്ലെങ്കിൽ മുട്ടിൽ നിന്ന് നോയമ്പെടുത്ത് അല്ലെങ്കിൽ ഉരുളി കമത്തി പ്രാർത്ഥിക്കും. എന്നാൽ മക്കളുണ്ടായാലോ പിന്നെ മുട്ടിൽ നിന്ന് കൈവിരിച്ച് എന്നും നോയമ്പെടുത്ത് പ്രാർത്ഥിക്കേണ്ടതായി വരും. ഉരുളി കമത്തിയവർക്ക് ശയനപ്രദക്ഷിണം തന്നെ നടത്തേണ്ടതായി വരും. എന്താ പാടല്ലേ? നിങ്ങൾ ഒരാളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഇച്ചിരി ചാരിറ്റി ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങൾ മിടുക്കരാകാൻ അല്ലെങ്കിൽ ചാരിറ്റി എന്ന ഫാഷൻ അത് ആളാകാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇനിയും നിങ്ങളൊന്ന് ചെയ്യാതിരുന്നേ മനുഷ്യർ പറയും, അറത്ത കൈക്ക് ഉപ്പ് തേക്കിയല്ല. അതുപോലുള്ളവർ അമേരിക്കയിലൊക്കെ പോയിട്ട് എന്തെല്ലാം ഗുണങ്ങളാ നാട്ടുകാർക്കും വീട്ടുകാർക്കും, എത്ര കുടുംബങ്ങളാ അവരെ കൊണ്ട് രക്ഷപ്പെട്ടത്. നമുക്ക് മലയാളികൾക്കൊരു പ്രത്യേകതയുണ്ട്, നമുക്കൊരു വീടില്ലെങ്കിൽ നമുക്കൊരു വിലയില്ല. അവിടുന്ന് ഇവിടുന്നൊക്കെ ലോണൊക്കെ സംഘടിപ്പിച്ച് തട്ടിക്കൂട്ടി ഒരു വീടുണ്ടാക്കിയാലോ അന്ന് മുതൽ ആ ബാങ്കുകാരെ നമുക്ക് വിലയിടും. ഒരു രീതിയിലും ജീവിക്കാൻ പറ്റുകയില്ല. പിന്നെ ആ ലോൺ അടയ്ക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടണം, ഒന്നും രണ്ടും ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ വരാൻ സമയമില്ലാതെ. ഇനി മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ നമ്മൾ അഹങ്കാരി. അത് കേട്ടിട്ട് നമ്മൾ മിണ്ടായിരുന്നു കഴിഞ്ഞാലോ നമുക്ക് ആറ്റിറ്റ്യൂഡ് പ്രോബ്ലം. അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാലോ അതും കുറ്റമാകും. എന്ന് വേണ്ട, എങ്ങനെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു രീതിയിലെങ്കിൽ വേറൊരു രീതി നമുക്ക് ജീവിക്കാനുള്ള ഒരു സമാധാനം കിട്ടുകയില്ല.